രാത്രി ഉറങ്ങാത്തതുകൊണ്ട് തന്നെ രാവിലെ എണീക്കേണ്ട ആവശ്യമില്ലായിരുന്നു. രാത്രി ഒരുപോലെ കണ്ണടങ്ങിയിട്ടുള്ളത് മാത്രമല്ല, രാവിലെ എണീറ്റ് നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുകയും ചെയ്തു. നല്ല സുഖമായിരുന്നു. രാവിലെ 5 മണിക്ക് ഞാൻ എന്നെ വിളിച്ചുണർത്തി. അപ്പോൾ അവളുടെ വൈകുന്ന മുഴുവൻ കേട്ടു. ഈ വെളുപ്പാങ്കാലത്ത് കെട്ടി ഒഴുകി എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ അമ്പലത്തിലേക്കാണ്. നമ്മൾ കുറേ അമ്പലം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എത്ര അമ്പലം കവർ ചെയ്യാൻ അറിയില്ല. രാത്രി മുഴുവൻ ഉണർന്നിരിക്കുമെങ്കിലും ഞാൻ വെളുപ്പാങ്കാലത്ത് വെളിയിലോട്ട് ഇറങ്ങാറില്ല. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയപ്പോഴാണ് കാണുന്നത് എന്തൊരു ഭംഗി. അപ്പോൾ മോൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നെ ഇപ്പോൾ പോകുന്ന കണ്ടിട്ട് അവർ കരഞ്ഞോണ്ട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അമ്മ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേഗം വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പറയുന്നുണ്ടായിരുന്നു വഴുതിയുള്ള റോഡിൻ്റെ ഫുൾ വീഡിയോ എടുത്ത് വെറുതെ മെമ്മറി കളയുന്നത്. അതുപോലെ തന്നെ അക്ഷരപ്രതി അനുസരിച്ചിട്ടുണ്ട്. റോഡിലുള്ള വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. വെളുപ്പിനെ ആയതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു. വ്യൂസ് എല്ലാം ജഡോ പറയാൻ അടിപൊളി. ഞാൻ ആദ്യമായിട്ട് ഇത്ര നല്ലൊരു വ്യൂ കാണുന്നത് ഇവിടെ അടുത്ത് എപ്പോഴും ഉണ്ടായിട്ടും. ചെറിയൊരു ചാറ്റമഴ ഉണ്ടായിരുന്നു. അതിലൂടെ AC നല്ലതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്പലത്തിൽ എത്താറായപ്പോഴത്തേക്ക് തണുത്ത പറച്ച് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഗണപതി അമ്പലത്തിലായിരുന്നു നമ്മൾ പോയത്. പോരെടുത്ത് ഇതൊരു ഡിവോഷണൽ ഫീലിംഗ് ആണ് ഈ അമ്പലത്തിൽ വരുമ്പോൾ. ഇതൊരു ആത്മബന്ധമുള്ള പോലെ. അതെല്ലാം അമ്പലത്തിൽ പോകുമ്പോൾ തോന്നാറുണ്ട്. പിന്നെ ഇവിടെ എക്സ്പെഷ്യലി കൂടുതലാണ്. പിന്നെ നമ്മൾ വരുന്നത് പെട്രോൾ അടിച്ചായിരുന്നു. സോറി, പെട്രോൾ ഡീസലാണോ? ഡീസലോടെയാണ്. പിന്നെ നമ്മൾ മഹാദേവർ എടുത്ത് പോയി പോരെടുത്ത് അങ്ങനെ അമ്പലം എത്തി. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകത എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ ഇവിടെ നന്ദിയുടെ ചെവിയിൽ നമുക്ക് ആഗ്രഹം പറയാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അമ്പലങ്ങളിൽ നമ്മൾ സമ്മതിക്കത്തില്ല. പക്ഷേ ഇവിടെ അതിനുള്ള സമ്മതിക്കും. അത് വെളിയിലൊരു നന്ദിയുടെ വലിയ ഒരു രൂപമുണ്ട്. പിന്നെ അവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു എന്താ പറയുന്നത്, ഒരു പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഒരു സമാധാനം കിട്ടുന്ന ഒരു ഫീലാണ് അവിടെ. ആരുമില്ല അമ്പലത്തിൽ. ഇവിടെ തമ്മിലാണ് എനിക്ക് ബേസിക്കലി ഇഷ്ടം. കാരണം നമ്മളിപ്പോൾ കുറച്ച് സമാധാനത്തിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഭഗവാനോട് നേരിട്ട് പറയാൻ പറ്റുന്ന എനിക്ക് ഫീൽ ആവാറുണ്ട്. കുറേ ക്രൗഡ് ആണെങ്കിൽ എനിക്കൊരു എന്താ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഞങ്ങൾ പതിയെ വീഡിയോ എല്ലാം എടുത്ത് തൊഴുത് വന്നപ്പോഴാണ് വീട്ടിൽ നിന്ന് വിളി വന്നത്. ശിവി കരയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ഭയങ്കര പ്രശ്നം, വേഗം വരുടെ വീട്ടിലെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പൂജയൊക്കെ കഴിപ്പിച്ച് വേഗം ഇറങ്ങി. അതെ, ഞാൻ ഈ അമ്പലം വ്ലോഗ് മാത്രമേ എടുത്തുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബിലോ. ഓക്കെ. പിന്നെ ഞങ്ങൾ പോയത് ആ കുളത്തിന്റെ സൈഡിലൊക്കെ ജസ്റ്റ് പോയി. ക്ലീൻ ആയിട്ട് കിടക്കുന്നത്, ഒരു കരിയില പോലും ഇല്ല. എത്ര വൃത്തിയായിട്ട് അവിടെ സൂക്ഷിക്കുന്നത്. അത് എന്താ അഡോറബിൾ ആണ്. അവൻ നമ്മൾ ജാനും ചിരിച്ചോണ്ട് പോയിട്ടായിരുന്നു. പക്ഷേ നല്ല വഴക്കം ലേറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ പോയത് വൈക്കോട്ടാണ് അമ്പലത്തിലാണ്, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ. ഇടയ്ക്ക് മുറിക്കുന്ന ഞാൻ സെൽഫി വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട സെൽഫികളും. പിന്നെ ഭയങ്കരമായിട്ട് വിശന്ന്. അപ്പോൾ പിന്നെ ചായ ലവർ നമ്മൾ ചായ കുടിക്കണമല്ലോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് അമ്പലത്തിലെടുത്ത് എത്താറായപ്പോഴത്തേക്ക് ടയർ പഞ്ചറായി.